ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്ന ആക്ഷേപം പരിഹരിക്കുവാൻ ഒടുവിൽ ത്രിതല അദാലത്തുമായി സംസ്ഥാന സർക്കാർ. സെക്രട്ടേറിയറ്റ്, വകുപ്പ് മേധാവി ഓഫീസ്, പൊതുജന സമ്പർക്കമുള്ള സ്ഥാപനങ്ങൾ എന്നീ തലങ്ങളിലാണ് അദാലത്ത്. സെക്രട്ടറിമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു. ഫയൽ അദാലത്ത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് 3 തലങ്ങളിലായി അദാലത്ത് നടത്താനുള്ള തീരുമാനമെടുത്തത്. സെക്രട്ടേറിയറ്റ്, വകുപ്പ് മേധാവികളുടെ ഓഫീസ്, പൊതുജനങ്ങളുമായി നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലായാണ് അദാലത്ത് നടത്തുക. വകുപ്പ് സെക്രട്ടറിമാർക്കാണ് അദാലത്തുകളുടെ മേൽനോട്ട ചുമതല. അദാലത്തിന്റെ പുരോഗതി കൃത്യമായ ഇടവേളകളിൽ സെക്രട്ടറിമാർ പരിശോധിക്കുകയും ആവശ്യമായ ഇടപെടലുകൾ നടത്തുകയും വേണം. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും മുഖ്യമന്ത്രി വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ നിർദ്ദേശം നൽകി. വിഷയങ്ങളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് മുൻഗണനാക്രമം നിശ്ചയിച്ചായിരിക്കും അദാലത്ത് നടത്തുക. ഫയൽ തീർപ്പാക്കൽ കാര്യക്ഷമമാക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും പോർട്ടൽ സംവിധാനം ഏർപ്പെടുത്താൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. സെക്രട്ടേറിയറ്റിലും വകുപ്പ് മേധാവികളുടെ ഓഫീസുകളിലും കഴിഞ്ഞ മെയ് 31 വരെയുള്ള കാലയളവിൽ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാനാണ് ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഫയൽ അദാലത്ത് സംഘടിപ്പിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇഴയുന്ന ഫയൽ നീക്കം പരിഹരിക്കാനുള്ള ശ്രമം. സെക്രട്ടേറിയറ്റിലെ CPM അനുകൂല സംഘടന സ്വന്തം നിലയിൽ പ്രഖ്യാപിച്ച ഫയൽ അദാലത്ത് വിവാദമായതിനു പിന്നാലെയാണ് സർക്കാർ തന്നെ അദാലത്തുമായി രംഗത്ത് വന്നതെന്നതും ശ്രദ്ധേയമാണ്. ജനം, തിരുവനന്തപുരം.